ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താണോ ഈ കവറൊക്കെ ആയിട്ട് വന്നിട്ടില്ലെന്ന് വിചാരിക്കേണ്ട, വേറെ ഒന്നല്ല. ഞാനപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ, നൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതായത് എന്തായാലും നമുക്ക് മെറ്റീരിയൽസൊക്കെ ഒന്ന് കണ്ടു നോക്കിയേക്കാം. അപ്പോൾ വളരെ കുറച്ചിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 10 മെറ്റീരിയലാണ് ഞാൻ നൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാരി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ആ ഒരു സാരി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാൻ വിധത്തിൽ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത്. നമുക്കാദ്യം നെറ്റ് മെറ്റീരിയൽ കണ്ടു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാരിയും കൂടിയും കാണിക്കാം കേട്ടോ. സാരി വേറെ ഒന്നുമില്ല, വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളങ്ങനെ എടുത്തിട്ട് നോക്കിയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് സാരിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാലൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഒത്തിരി ഒന്നും എടുത്തിട്ടില്ലല്ലോ, ഒന്നല്ലേ എടുത്തിട്ടുള്ളൂ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതായി ഒരു ബ്ലാക്കിൽ നല്ല വലിയ ഫ്ലവർ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിലുണ്ടായിരുന്നു. കുറേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട്. വയ്യാതായതിന് ശേഷം പിന്നെ മെറ്റീരിയലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം പോരല്ലോ, നമുക്കത് സെയിലാക്കാനുള്ള ഇതും കൂടി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ അന്നുണ്ടായിരുന്നു. അന്ന് വലിയൊരു ഫ്ലവർ ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരത്തെ കാണുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ആവാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ചെമ്പരത്തി പൂവോ അങ്ങനെ എന്തൊക്കെയോ ഒരു പൂവൊക്കെ വരുന്ന വിധത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട്. അടുത്തത് ഷെയ്ഡ് ഏതാണെന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ ബ്ലൂവും ഒരു ചിക്കു ഷെയ്ഡല്ലേ, ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട്, പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട്. എല്ലാതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നൈറ്റ് മെറ്റീരിയൽ മെയിനായിട്ട് എടുക്കാറുള്ളത്. കാരണം ടോപ്പായാലും ചൂടൊക്കെ കുറഞ്ഞ് കിട്ടണമെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ നൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡാർക്ക് ഷെയ്ഡുകൾ എടുക്കുന്നത് കേട്ടോ. അതിലും ഉണ്ടാവും നമ്മൾ ലൈറ്റ് ഷെയ്ഡുകൾ എങ്ങനെയും ഉണ്ടാവും കേട്ടോ. അതായത് ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഒരു മെഹന്തി ഷെയ്ഡ് വരുന്ന മെഹന്തി ഷെയ്ഡും അല്ല, ഒരു യെല്ലോ അല്ല, മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത്. അടുത്തത് വന്നിട്ട് ഈ ഒരു റെഡും ബ്ലാക്കും ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസൈനൊക്കെ മനസ്സിലാവും. ഞാനത് വിശദമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാ മെറ്റീരിയലും കോട്ടൻ്റെ മെറ്റീരിയലാണ്. 290 മെറ്റീരിയലുകളാണ് കേട്ടോ എല്ലാതും. അങ്ങനെ അതാണ് മെറ്റീരിയൽസ് വരുന്നത്. പിന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് അതായത് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാറില്ല, കണ്ണിൽ കാണാറില്ല കേട്ടോ ഇതുപോലത്തെ ഷെയ്ഡുകളൊന്നും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനും ഈ ഒരു ഷെയ്ഡും കൂടി ആയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഇത് വെച്ചിട്ട്. അടുത്തത് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അടുത്തത് ഒരു അജ്രക് മോഡലാണ് വരുന്നത്. അപ്പോൾ അതിലും ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ. ഫ്ലവർ വന്നിട്ട് അജ്രക് മോഡലാണ്. അജ്രക്കിൻ്റെ ആ ഒരു പ്രിൻ്റ് വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുക കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഹോൾസെയിൽ റേറ്റിലല്ല കേട്ടോ, ഹോൾസെയിലായിട്ട് നമ്മളങ്ങനെ കൊടുക്കണില്ല. റീറ്റെയിലായിട്ട് ഇതിന്ന് ഒന്നോ രണ്ടോ മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തത് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ട് നമ്മൾ നേരത്തെ ഒരു റെഡ് ഷെയ്ഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കളർ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഇല്ലാതെ എന്ത് നെറ്റ് മെറ്റീരിയൽ അല്ലേ. മെറൂണും ബ്ലാക്കും എന്തായാലും നെറ്റ് മെറ്റീരിയലിൽ ഉണ്ടാവും. എപ്പോൾ എടുക്കാൻ പോകുമ്പോഴും ഉണ്ടാവും കേട്ടോ മെറൂണും ബ്ലാക്കും. അപ്പോൾ ഇതിലുണ്ട് മെറൂൺ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ മെറൂൺ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആ ഒരു മെറൂണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ സാധാരണ മെറ്റീരിയലുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അജ്രക്കിൻ്റെ 2 എടുത്തിട്ടുണ്ടായിരുന്നു. അജ്രക്ക് അധികം എടുത്തില്ല, 2 കേട്ടോ എടുത്തത്. പിന്നെ എപ്പോഴും ഒരേ ഷെയ്ഡ് തന്നെയല്ലേ നമുക്ക് കിട്ടുക. റെഡും ബ്ലാക്കും ബ്ലൂ അല്ലേ നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അത് കാരണം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അജ്രക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കലങ്കാരി മോഡൽ നെറ്റ് മെറ്റീരിയലാണ് കേട്ടോ. അത് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. കയ്യിൽ ഇത്രയും ലെങ്ത്തിലുള്ള കാരണം കൊണ്ട് കാണിക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത്. അടുത്തതും അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിട്ടൊരു കളർ ഷെയ്ഡ് കിട്ടിയത് ഇന്നാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും അജ്രക്കിൽ ആ ഒരു ഷെയ്ഡുകൾ തന്നെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ദാ ഈ ഒരു കോഫി ബ്രൗണിൻ്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ഡാർക്കായിട്ട് ബ്ലാക്കിലേക്ക് വരുന്നില്ല, ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന വിധത്തിൽ ഉള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അജ്രക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ സാരി ഇതാണ് കേട്ടോ, വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. അപ്പോൾ ഇത് ലാവൻഡർ ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെറൂൺ, ബ്ലാക്ക്, ആഷ് കളറ്, അതുപോലെ തന്നെ പീക്കോക്ക് ബ്ലൂ, അങ്ങനെ പല കളറിലുണ്ട് കേട്ടോ, റെഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുകയായിട്ടോ നൈറ്റി മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിയോ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാരിന്നും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം കേട്ടോ. ഇതിൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണില്ല, കാരണം നമുക്ക് നേരിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൊക്കെ പറയുമ്പോൾ പലരും പല റേറ്റിലായിരിക്കുമല്ലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ റേറ്റ് കൂടുതലാണെന്നോ കുറവാണെന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ റേറ്റും കാര്യങ്ങളൊന്നും ഇങ്ങനെ വീഡിയോയിൽ പറയാത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ, വാട്സപ്പ് വഴിയാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ്. മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ XL XXL അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്ത് തരും. അല്ല നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ട് അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു അളവിൽ നമ്മൾ ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പോഴും കുറേ പേരൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, എന്തായാലും വിജയിക്കാതിരിക്കില്ല കേട്ടോ. ബൈ.